അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ പരലോകത്ത് വെച്ച് അവരെ ആ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് മാത്രമല്ല, പരലോകത്ത് വെച്ച് അവരുടെ ഈ ശിർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ വെച്ച് മറ്റുള്ളവർ ഈ ശിർക്ക് ചെയ്യപ്പെട്ട ആളുകൾ നിഷേധിക്കുമെന്നുള്ള പരിശുദ്ധാഗ്രന്ഥങ്ങൾ വായിക്കുകയുണ്ടായി. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ പരലോകത്ത് വെച്ച് അവരെ ആ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് മാത്രമല്ല, പരലോകത്ത് വെച്ച് അവരുടെ ഈ ശിർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ വെച്ച് മറ്റുള്ളവർ ഈ ശിർക്ക് ചെയ്യപ്പെട്ട ആളുകൾ നിഷേധിക്കുമെന്നുള്ള പരിശുദ്ധാഗ്രന്ഥങ്ങൾ വായിക്കുകയുണ്ടായി. അതീത് വിളിച്ചാൽ കേൾക്കും, റഖീബ് ദുആ കേൾക്കും, മലക്കുകൾ ദുആ കേൾക്കും, അതേപോലെ തന്നെ ജിന്നുകൾ ദുആ കേൾക്കും. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ പരലോകത്ത് വെച്ച് അവരെ ആ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് മാത്രമല്ല, പരലോകത്ത് വെച്ച് അവരുടെ ഈ ശിർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ വെച്ച് മറ്റുള്ളവർ ഈ ശിർക്ക് ചെയ്യപ്പെട്ട ആളുകൾ നിഷേധിക്കുമെന്നുള്ള പരിശുദ്ധാഗ്രന്ഥങ്ങൾ വായിക്കുകയുണ്ടായി. അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ പരലോകത്ത് വെച്ച് അവരെ ആ പ്രാർത്ഥന കേൾക്കുകയില്ലെന്ന് മാത്രമല്ല, പരലോകത്ത് വെച്ച് അവരുടെ ഈ ശിർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ വെച്ച് മറ്റുള്ളവർ ഈ ശിർക്ക് ചെയ്യപ്പെട്ട ആളുകൾ നിഷേധിക്കുമെന്നുള്ള പരിശുദ്ധാഗ്രന്ഥങ്ങൾ വായിക്കുകയുണ്ടായി. അതീത് വിളിച്ചാൽ കേൾക്കും, റഖീബ് ദുആ കേൾക്കും, മലക്കുകൾ ദുആ കേൾക്കും, അതേപോലെ തന്നെ ജിന്നുകൾ ദുആ കേൾക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താ മോനെ തിരക്കിലാണോ? ബുദ്ധിമുട്ടുണ്ടോ? വേറെന്താ, സുഖല്ലേ? പിന്നെ വേറെന്താ? ഞാനത് മറ്റേ രണ്ടത്താണിയൊക്കെ നമ്മളെ പ്രവർത്തകനാണ്. വേറെന്താ, സുഖല്ലേ നിങ്ങൾക്ക്? അൽഹംദുലില്ലാ. വേറെ എന്തൊക്കെയാണ് വിഷയങ്ങൾ? ചോദ്യം ഒന്നുമല്ല, ഞാൻ ചോദിക്കാനല്ല, ഒന്നുമല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിക്കാം. വെറുപ്പൊന്നും വിചാരിക്കരുത്. അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്താൽ അവർ ദുആ കേൾക്കുവോ? ഖുർആൻ പറഞ്ഞാലല്ലേ എന്തേ? ഒരു സമീറും അസ്തജാബൂലക്കും യൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. അയ്യോ, അപ്പൊ അവർ ദുആ കേൾക്കൂലെന്ന്. കേൾക്കൂല, ഉത്തരം ചെയ്യില്ല. തന്നെയല്ല, നിങ്ങളെ ഈ പ്രവർത്തനത്തെ സംബന്ധിച്ച് മാഷറയില് അവർ നിഷേധിക്കുകയും ചെയ്യും. അയ്യോ, അപ്പൊ മലക്കാളും ചിന്നാളും ഒന്നും നമ്മളെ ദുആ കേൾക്കൂല? കേൾക്കൂല ഇല്ല എന്നാണ് ഇപ്പൊ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്. ഞാൻ ഖുർആനോദി പറഞ്ഞില്ല നിങ്ങളോട്. അയ്യോ, അപ്പൊ അങ്ങനെ തന്നെയാണ് അതിന്റെ വിവക്ഷ. മലക്കാളും ജിന്നാളും മനുഷ്യരുടെ ദുആ കേൾക്കാൻ കഴിയൂല അല്ലേ? കഴിയൂലെന്നാണ്. അല്ല, ഇനിയിപ്പോ അതിലേ അതിന് പുതിയ വല്ല തെളിവുണ്ടോ? നോക്കട്ടെ, എന്തെങ്കിലും നോക്കി അത്രേ ഉള്ളു. കേൾക്കാൻ പറ്റുന്ന വല്ല തെളിവുണ്ടോന്ന് ഉണ്ടാക്കിക്കണമെന്ന് അറിയില്ലല്ലേ? ഓക്കെ, എന്നാ ശരി.